ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് പറയാം. ദൈവപിതാവ് നമ്മളാരും നശിച്ചു പോകാതെ തൻ്റെ പുത്രനായ ഈശോയെ നമുക്ക് നൽകാൻ തക്ക രീതി എങ്ങനെ നൽകിയത്? ഒരു ബലിയായി നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിച്ചു എന്നാണ്. പിതാവും പുത്രനും കൂടെ കൂടിയുള്ള വലിയൊരു ആലോചനയാണ്, നമുക്ക് വേണ്ടിയുള്ളൊരു ആലോചന. ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം നമ്മളെ സംരക്ഷിക്കുകയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, നമ്മുടെ പാപകടങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്, നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അതൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു ചെറിയ പതിപ്പാണ് പ്രിയ സഹോദര സഹോദരൻ നിൻ്റെ കുടുംബം. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു പതിപ്പ്. ഈ കുടുംബത്തിൽ ഉയരേണ്ടത് സ്നേഹമാണ്. എല്ലാ കൂട്ടായ്മയിലും ഉയരേണ്ടത് സ്നേഹമാണ്. പരസ്പര പങ്കുവയ്ക്കൽ, പരസ്പര സ്വീകരിക്കൽ, പരസ്പര ഏറ്റെടുക്കൽ, പരസ്പര ബഹുമാനിക്കൽ. ഇന്ന് കുടുംബത്തിലേക്കൊന്ന് നോക്കണം. എത്രത്തോളം ഈ സ്നേഹ കൂട്ടായ്മയെ രൂപപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടായ്മകൾക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹം കത്തിപ്പടരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകൾ നൽകണമേ. ത്രിത്വൈക ദൈവമായ നിങ്ങളുടെ കൂട്ടായ്മയിലായിരിക്കുവാനും ആ കൂട്ടായ്മയെ കുടുംബത്തിലേക്കും എല്ലാ കൂട്ടായ്മയിലേക്കും കൊണ്ടുവരുവാനായിട്ട് ഈ വ്യക്തിക്ക് കൃപ നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.